ബിനോയ്, എന്തൊക്കെയാണ് ഐറ്റംസ്? എന്നോട് പരിഭവമാണല്ലേ? എനിക്ക് പരിഭവമൊന്നുമില്ല. ബിനോയ്, ഞങ്ങളുടെ ഭക്ഷണ രീതി ആകെ മാറ്റിക്കളഞ്ഞു. രാത്രിയിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന എനിക്കിപ്പോ ഇത്തിരി ചിക്കൻ നൂഡിൽസ് കിട്ടില്ലെങ്കിൽ ആകെ ഒരു വെപ്രാള. അമ്മയ്ക്കാണെങ്കിൽ സൂപ്പ് എന്ന് ഒറ്റ വിചാരമേ ഉള്ളൂ. ബിനോയും മെടുക്കനാണ് കേട്ടോ. താങ്ക് യു. അല്ല, ജോലി ചെയ്യാൻ മാത്രം മതിയോ? ശമ്പളമൊന്നും വേണ്ടേ? ഒരു മാസം തയ്യാറാവുന്നതല്ലേ ഉള്ളൂ. അത് പ്രശ്നമാക്കണ്ട. നാളെ 1-ാം തീയതി അല്ലേ? നാളെ വന്ന് വാങ്ങിച്ചോളൂ. എനിക്ക് ധൃതിയില്ല. അതുകൊണ്ടല്ല, വർക്ക്ഷോപ്പിലെ ജോലിക്കാർക്കും മറ്റെല്ലാവർക്കും 1-ാം തീയതി ശമ്പളം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധം. നാളെ ഡ്യൂട്ടിക്ക് വരുന്ന വഴി ബിനോയ് ഒന്ന് വർക്ക്ഷോപ്പിൽ കയറിയാൽ മതി. ഞാൻ ശമ്പളം തന്നേക്കാം. ശരി, ഞാൻ വരാം. മറക്കരുത്. നോ നോ നോ. ആ ടയർ ലിവറിട്ട് തിക്കിയിട്ട് മേലോട്ടൊന്ന് പൊക്കിയാ മതി. ആ, ഹലോ ബിനോയ്. ഈ ബിനോയ് ആരാന്ന് മനസ്സിലായോ? എന്റെ പുതിയ കൂട്ടുകാരനാ. ഭക്ഷണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ബിനോയ്ക്ക് വേറൊരു വിനോദ. അശ്വതിക്ക് ബിനോയ് എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടാന്നറിയോ? ബിനോയ് ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു തവണ കഴിച്ചാൽ ആരും വീണു പോകും. ഈ ഞാൻ വീണില്ലേ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബിനോയ് ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ മിസ്റ്റർ ശ്രീധരന്റെ വീട്ടിലേക്ക്. ഇന്ന് ഞാൻ ചില പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ബിനോയ് എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാം. പോകുന്ന വഴിക്ക് എന്നൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യോ? ഓ ഷുവർ, കം ഓൺ. ഞാനിപ്പോ പറയണ്ട. ഓക്കെ മിസ്റ്റർ ശ്രീധർ, നമുക്ക് വീട്ടിൽ കാണാം. അതെന്ത് പണിയാ? നമുക്ക് അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാം. എനിക്ക് സമയമില്ല, ഇന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട്. ഓ, എന്ത് പർച്ചേസ്? മാഷ്ട. ഓക്കെ ഓക്കെ. ഇന്നലെ ബിനോയ് ഇവിടെ വന്നിരുന്നു അല്ലേ? ആര് പറഞ്ഞു? വന്നിരുന്നോ? അശ്വതി പറഞ്ഞു അല്ലേ? വന്ന അന്ന് തന്നെ താൻ എന്റെ അച്ഛനെ തെറി വിളിച്ചു. ഞാൻ ക്ഷമിച്ചു. അശ്വതിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വന്നവനല്ലെന്ന് കരുതി അതൊരു വളമായിട്ട് താൻ എടുത്തു. താൻ അവളുടെ മുറി കയറി തോന്നിയാസം പറഞ്ഞു. അപ്പോഴും ഞാൻ എന്നെ നിയന്ത്രിച്ചു. ഇനി എനിക്ക് വയ്യ. താങ്ങാവുന്നതിലും വളരെ കൂടുതലാണിത്. മിസ്റ്റർ ശ്രീധർ എന്താണ് പറഞ്ഞു വരുന്നത്? ആ കുട്ടി എന്റെ അമ്മാവന്റെ മോളാ. അതറിയോ? അതിന് ഞാൻ എന്ത് വേണം? ഇച്ചിരി മൂക്കിയാൻ പറ്റും, മുറത്തി കയറി കൊത്തുന്നു. മിസ്റ്റർ ശ്രീധർ, തനിക്ക് കോംപ്ലക്സ് ആണ്. തേങ്ങാക്കൊലയാണ്. അമ്മാവന്റെ മോളെ നിങ്ങൾ പെട്ടിയിലടച്ച് പൂട്ടണം മിസ്റ്റർ. അതിന് നല്ല നിന്നെ അങ്ങ് തട്ടുക. ആര്? താനോ? അടിച്ച് നിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. എന്റെ അടുത്ത് അടുക്കരുത്. ഞാൻ പെശകാണ്, ഞാൻ പെശകാണ്. അടുക്കരുത്, അടുക്കരുത്, പെശക. എന്നെ പിടിക്കരുത്, എന്നെ പിടിക്കരുത്, എന്നെ കൊല്ലരുത്. ഇനി നീ അവളെ കാണരുത്. ഇല്ല. എന്റെ വീടിന്റെ ഭാഗത്തേക്ക് വരരുത്. ഇല്ല. എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഇല്ല. പോ. ഇല്ല. പോ.